പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 26. പ്രധാന വാർത്തകൾ. വിനോദസഞ്ചാര മേഖലയുടെ വികസനം കൂടി ലക്ഷ്യമിട്ട് ദാഹിറയിൽ വിവിധ റോഡ് പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചു. 12.5 ദശലക്ഷം റിയാലിന്റെ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ഇത് സംബന്ധിച്ച് കരാർ ഒപ്പുവെച്ചതായും അധികൃതർ അറിയിച്ചു. യങ്കലിലും ദങ്കിലും 65,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ പ്രത്യേകം പദ്ധതികൾ ഒരുക്കും. രാജ്യത്തേക്ക് ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുത്തു. മുസന്തം ഗവർണറേറ്റിലെ ദറ അതിർത്തി വഴിയെത്തിയ ട്രക്കിൽ നിന്നാണ് 2800 പാക്കറ്റ് സിഗരറ്റുകൾ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം സഅറ അതിർത്തി വഴിയെത്തിയ കാറിൽ നടത്തിയ പരിശോധനയിലും വലിയ തോതിൽ സിഗരറ്റുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. മറ്റു ചില നിരോധിത സാധനങ്ങളും വാഹനത്തിൽ നിന്നും ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുത്തിരുന്നു. സംഭവങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ മത്ര വിലായത്തിൽ മലയിൽ കുടുങ്ങിയയാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് സുരക്ഷാ വിഭാഗം രക്ഷപ്പെടുത്തി. ഹൈക്കിങ്ങിനിടെ ഉയർന്ന പ്രദേശത്ത് കുടുങ്ങിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകർ ഇവിടെ എത്തി ഇവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു. അൽ ഖുവൈസിയം വലിയുല്ലാഹി മെമ്മോറിയൽ മദ്രസയും ICFും സംയുക്തമായി സംഘടിപ്പിക്കുന്ന റഹ്മത്തെ റബീഹ് മീലാദ് സമ്മേളനം നാളെ അൽ കുവേർ സൂർ ബാൾ റൂം മസ്കത്ത് ഹോളിഡേ ഹോട്ടലിൽ വെച്ച് നടക്കും. വൈകിട്ട് 5 മണിക്ക് മൗലീദ് പാരായണത്തോടെ തുടക്കം കുറിക്കുന്ന പരിപാടിയിൽ പ്രവർത്തകരുടെ റാലിയും മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ദോഫാർ ഗവർണറേറ്റിൽ നടന്നുവരുന്ന ഇന്ത്യ ഒമാൻ സംയുക്ത സൈനിക പരിശീലനം സമാപനത്തിലേക്ക്. അൽ നജാഹ് എന്ന പേരിൽ നടക്കുന്ന പരിശീലനത്തിൽ വിവിധ സൈനിക വിഭാഗങ്ങളിലെ 100 കണക്കിന് സൈനികരാണ് പങ്കെടുക്കുന്നത്. റബ്കോത്ത് സൈനിക പരിശീലന മേഖലയിൽ ഈ മാസം 12 മുതൽ നടന്നുവരുന്ന പരിശീലനം ഇന്ന് സമാപിക്കും. ഇരു രാഷ്ട്രങ്ങളുടെയും സൈനിക വിഭാഗങ്ങളുടെ പരിചയസമ്പത്തും അറിവും കൈമാറ്റം ചെയ്യുന്നതിൻ്റെ കൂടി ഭാഗമായാണ് അൽ നജാഹ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. ICS മസ്കത്ത് കമ്മിറ്റിയും അൽ മദ്രസത്തു തഅലീമുൽ ഖുർആൻ CM സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മവദ്ദത്തുൽ മുസ്തഫ എന്ന ശീർഷകത്തിൽ മീലാദ് ക്യാമ്പയിൻ സമാപന സമ്മേളനം നാളെ വൈകുന്നേരം 4 മണി മുതൽ അൽ ഖൂദ് ഗ്രിൽ ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. മത്സ്യബന്ധന നിയമം ലംഘിച്ചതിന് അൽ വുസ്ത ഗവർണറേറ്റിലെ 7 വിദേശികളെ അറസ്റ്റ് ചെയ്തതായി കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. കോസ്റ്റ് ഗാർഡ് പോലീസിന്റെ സഹകരണത്തോടെ അൽ വുസ്തയിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് അഗ്രികൾച്ചറൽ ഫിഷറീസ് വാട്ടർ റിസോഴ്സസ് കൺട്രോൾ ടീമാണ് പിടികൂടിയത്. തീരദേശങ്ങളിൽ കടലിൽ അധികൃതർ പരിശോധന നടത്തിയത്. ലൈസൻസ് ഇല്ലാത്ത നിരവധി മത്സ്യബന്ധന ബോട്ടുകൾ മന്ത്രാലയം ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുകയും ചെയ്തു. ഒമാനിൽ ലോബ്സ്റ്റർ സീസൺ ആരംഭിക്കുന്നു. അടുത്ത മാസം 1 മുതൽ ആരംഭിക്കുന്ന സീസൺ നവംബർ അവസാനത്തോടെ അവസാനിക്കുമെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. തുടർന്ന് ലോബ്സ്റ്റർ പിടിക്കുന്നതിന് വിലക്ക് വരും. നേരത്തെ മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിലാണ് ലോബ്സ്റ്റർ പിടിക്കാൻ അനുവദിച്ചിരുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോബ്സ്റ്റർ കടൽ ജീവിയെ പിടിക്കാൻ പ്രത്യേക കാലയളവ് മാത്രമാണ് മന്ത്രാലയം അനുവദിക്കുന്നത്. മറ്റു മാസങ്ങളിൽ ഇവയുടെ പ്രജനനകാലമാണ്. ആഗോളതലത്തിൽ വളരെയധികം വാണിജ്യ പ്രാധാന്യമുള്ള ലോബ്സ്റ്ററുകളെ ഒമാനിലെ ദോഫാർ, അൽ വുസ്ത, ഷർക്കിയ എന്നീ പ്രദേശങ്ങളിലെ സമുദ്രത്തിൽ നിന്നുമാണ് കൂടുതലും ലഭിക്കാറുള്ളത്. കഴിഞ്ഞ വർഷം ശരാശരി 801 ടൺ ലോബ്സ്റ്ററാണ് ഒമാൻ കടലിൽ നിന്നും പിടിച്ചെടുത്തത്. ഹുബ്ബുർ റസൂൽ മസ്കത്ത് സംഘടിപ്പിക്കുന്ന ഒമാൻ നാഷണൽ ദഫ് മത്സരം സീസൺ 2 ഇന്ന് വൈകുന്നേരം 5-ന് അൽ ഹൈൽ ഈജിപ്ഷ്യൻ സോഷ്യൽ ക്ലബ്ബിൽ അരങ്ങേറും. ജേതാക്കൾക്ക് 12 ഗ്രാം സ്വർണവും 120 റിയാൽ, 60 റിയാൽ എന്നീ സമ്മാനങ്ങൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്കും നൽകും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം, സാബീരീസ് ഹെൽത്ത് കെയർ നേതൃത്വം നൽകുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന വിമൻസ് ഫെസ്റ്റ്, സ്റ്റാറ്റസ് മത്സരമടക്കം നിരവധി പദ്ധതികളുടെ വിജയിയെ പ്രഖ്യാപിക്കൽ തുടങ്ങി വിവിധ പരിപാടികളും ഇന്ന് നടക്കും. സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാമ്പത്തിക സഹായം നൽകാൻ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 2024 ഒക്ടോബർ 10 വരെ അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട്. ICFും അൽ മുനവ്വറ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇഷ്കിൻ തീരം 24 മീലാദ് ആഘോഷം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സൂഖ് മവാല അൽ മഖാരിം ഹാളിൽ വെച്ച് നടക്കും. അൽ മുനവ്വറ മദ്രസ വിദ്യാർത്ഥികളുടെ കലാവിരുന്ന്, ദഫ്മുട്ട്, ഖവാലി, ബുർദ തുടങ്ങിയ വൈവിധ്യമായ പരിപാടികൾ കൊണ്ട് ധന്യമാകുന്ന വേദിയിൽ മുതിർന്നവരുടെ യൂത്ത്
എക്സ്പ്രസിയോ മാഷപ്പ് ഗാനം മത്സരം നടക്കും. തുടർന്ന് നടക്കുന്ന മഹബ്ബ കോൺഫറൻസിൽ സെയ്ദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തനൂർ തങ്ങൾ മുഖ്യാതിഥിയായിരിക്കും. കടൽ വഴി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിലാണ് സംഭവം. കോസ്റ്റ് ഗാർഡ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് 25 നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയത്. ഇവർ ഏഷ്യൻ രാജ്യക്കാരാണെന്നും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. നുഴഞ്ഞുകയറുന്നവർക്കും ഇതിന് സഹായം നൽകുന്നവർക്കും ഇവരെ സംരക്ഷിക്കുന്നവർക്കും തൊഴിൽ നൽകുന്നവർക്കും റോയൽ ഒമാൻ പോലീസ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നാടുകടത്തുന്നതിനായി അവരുടെ എംബസികളുമായി ബന്ധപ്പെടുന്നതിനു പുറമെ നിയമപരമായ നടപടിക്രമങ്ങൾക്കായി അദ്ദേഹത്തെ ഉടൻ റഫർ ചെയ്യുമെന്നും ആർഒപി അറിയിച്ചു. മസ്കത്തിൽ ഡെങ്കിപ്പനി കേസുകൾ 93% കുറഞ്ഞു. 69,000 വീടുകളും സ്ഥാപനങ്ങളും സന്ദർശിച്ച് കൊതുകുകൾ പെരുകുന്നത് ഇല്ലാതാക്കിയതായും ഇത് ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാക്കുന്നതിൽ സഹായകമായെന്നും മസ്കത്ത് നഗരസഭ വിലയിരുത്തി. ഡെങ്കിപ്പനിയടക്കമുള്ള പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്ന ഈഡിസ് കൊതുകിന്റെ നിയന്ത്രണത്തിന് ചുമതലയുള്ള ടാസ്ക് ഫോഴ്സിന്റെ പ്രവർത്തന യോഗം പരിശോധിച്ചു. നഗരസഭാ ചെയർമാനും ടാസ്ക് ഫോഴ്സ് മേധാവിയുമായ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹമീദിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഈഡിസ് കൊതുകിന്റെ അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിച്ച് സ്കൂളുകളിലും ആശുപത്രികളിലും 36 പരിപാടികൾ നടത്തി. മസ്കത്ത് ഗവർണറേറ്റിലെ 84 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 166 സ്ഥിരമായ ചതുപ്പ് പ്രദേശങ്ങൾ പ്രധാന കൊതുക് പ്രജനന കേന്ദ്രങ്ങളായി കണ്ടെത്തി. ഈ മേഖലകളിലും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്താനായതായും കൊതുകിന്റെ വ്യാപനത്തെ ചെറുക്കാനായി. മുമ്പ് ഡെങ്കിപ്പനി ബാധിച്ച പ്രദേശങ്ങൾക്ക് മുൻഗണന നൽകുകയും കൊതുക് പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാൻ സർക്കാർ സ്ഥാപനങ്ങളുമായി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തുടർന്നും പ്രവർത്തനങ്ങൾ നടത്തും. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ മസ്കത്ത് നഗരസഭയുടെ മുന്നറിയിപ്പ്. ചൂട് കുറയുന്നതോടെ ബീച്ചുകൾ, പൊതു ഇടങ്ങൾ, പാർക്കുകൾ തുടങ്ങി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ സന്ദർശകരെത്തുന്ന സാഹചര്യത്തിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുള്ള ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തി നഗരസഭ രംഗത്തെത്തിയത്. ഹിന്ദി, ഉറുദു ഉൾപ്പെടെ ഭാഷകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവർക്കെതിരെ 100 റിയാൽ പിഴ ചുമത്തുമെന്ന് നഗരസഭ ഉണർത്തി. പൊതു ഇടങ്ങളിലോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ മറ്റോ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. മാലിന്യം ഇവിടങ്ങളിൽ ഉപേക്ഷിച്ചാൽ പിഴ അടയ്ക്കേണ്ടി വരും. ഇക്കാര്യം വ്യക്തമാക്കി പലയിടങ്ങളിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും. ദോഫാർ ഗവർണറേറ്റിലെ തീരപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ഈ മാസം 29 മുതൽ ഒക്ടോബർ 1 വരെ വ്യത്യസ്ത തീവ്രതയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഹജർ പർവ്വത നിരകളിൽ മേഘങ്ങൾ ഇരുണ്ടുകൂടാനും മഴ പെയ്യാനും സാധ്യതയുണ്ട്. ഇത് താഴ്വാരങ്ങളിലും വാദികളിലും വെള്ളപ്പൊക്കത്തിന് കാരണമാകും. കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പിന്തുടരണമെന്ന് പൗരന്മാരും താമസക്കാരോടും അധികൃതർ നിർദ്ദേശിച്ചു. വരും ദിവസങ്ങളിൽ താപനില കുറയാനും സാധ്യതയുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.